തുർക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖനി അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഖനിയിലേക്ക് നയിക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള ടണലിൽ ഇപ്പോഴും നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. 450ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്ന് ഖനി കമ്പനി അറിയിക്കുന്നു. അപകടത്തെ തുടർന്നുണ്ടായ പ്രതിഷേധവും രോഷവും അണപൊട്ടിയപ്പോൾ രാജ്യത്തെ പല പ്രധാന നഗരങ്ങളും ജനങ്ങളും പോലീസും തമ്മിലെ ഏറ്റുമുട്ടലിന്റെ വേദിയായി. അങ്കാറയിലും തലസ്ഥാനമായ ഇസ്തംബൂളിലെ തക്സിം ചത്തുരത്തിലും പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് എർദോഗാൻ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഖനിയാപകടങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് തുർക്കി. ഒട്ടും സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഖനികൾ പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. ഈ വർഷമുണ്ടായ പല അപകടങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം അവഗണിച്ചെന്നാണ് എർദോഗാൻ സർക്കാരിനെതിരായ വിമർശനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.